ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ആർക്കേഡ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ബേസിക്കലി നിങ്ങൾക്ക് ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി തരാനും എന്താണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ അങ്ങനത്തെ കുറേ സീരീസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തിമാറ്റിക് അപ്രോച്ച് എക്സാമിലേക്ക് എങ്ങനെ എന്നുള്ള ഒരു ജസ്റ്റ് ഐഡിയ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് തീം ബേസ്ഡ് അപ്രോച്ച് എക്സാമിൽ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്നാണ്. അപ്പോൾ തീം ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുറേ തീംസ് എക്സാമിന് നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം നിങ്ങളിപ്പം ഒരു എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ നമ്മൾ ഏതൊരു സബ്ജക്ട് എടുത്താലും അത് ഇപ്പൊ ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് അവസാനത്തെ ചാപ്റ്റർ മുഴുവൻ ഇരുന്ന് വായിക്കുക, അങ്ങനെ നമുക്കൊരു ബിഗിനർ ലെവലിൽ ചെയ്യാം. എങ്കിൽ പോലും അതിന് മുമ്പ് നമ്മളൊരു ബുക്ക് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫ്രണ്ടിലത്തെ ഒരു കോണ്ടെക്സ്റ്റ് വായിക്കത്തില്ലേ, അതുപോലെ ഏതൊരു എക്സാമിന് ഏതൊരു സബ്ജക്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അതിന്റെ ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഐഡിയ ഇൻ ദ സെൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് പിന്നെ എക്സാമിന് കൂടുതലും ചോദിക്കാൻ ഇടയുള്ളത് അതായിരിക്കും. അതായത് കൂടുതൽ മാർക്ക് ഫെച്ച് ചെയ്യുന്ന ഏരിയാസ് കാണും, ആ ഏരിയാസ് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് തീംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആയിരിക്കും ഈ പറഞ്ഞ തീം ബേസ്ഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ തീം ബേസ്ഡ് അപ്രോച്ച് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ എക്സാമിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി അനാലിസിസ് നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കിയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തീം ബേസ്ഡ് ഞാൻ ജസ്റ്റ് ഒരു റിസർച്ചിന്റെ ബേസിൽ ഒരു 36 തീംസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും തീംസ് നിങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു മെജോറിറ്റി ഓഫ് ഒരു അറൗണ്ട് ഒരു 50-60% കംപ്ലീറ്റ് എന്ന് ഞാൻ പറയുന്നത് ഒരു 50-60% സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും 9 വർഷത്തെ കണക്കെടുത്താൽ പോലെ ഏകദേശം 605 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 36 തീംസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ എനിവേ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. ഒന്നാമതായിട്ട് പറയുന്നത് വെച്ചാൽ തീം ബേസ്ഡ് വേൾഡ് അഫയേഴ്സ് ആണ്. വേൾഡ് അഫയേഴ്സിലെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളിൽ കുറേ രീതിയിൽ കുറേ വർഷത്തോളം ചോദിച്ചിട്ടുണ്ട്. ഈ വേൾഡ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാപ്പിംഗ് ബേസ്ഡ് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രി ആയിരിക്കും, അത് എന്തുകൊണ്ട് ന്യൂസിൽ അത്രയും കാലം നിൽക്കുന്നു, അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ അപ്രോച്ച്, അങ്ങനെ രീതിയിലുള്ള വേൾഡ് അഫയേഴ്സ്, അത് വേൾഡിൽ നടക്കുന്ന കാര്യം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയയാണ് ഈ വേൾഡ് അഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻസ്, എഗ്രിമെന്റ്സ്, പല എഗ്രിമെന്റ്സ് ആണ്. ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ G20 ഉണ്ട്, G20 സബ്മിറ്റ് നടന്നുകൊണ്ട് G20 വരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ബിംസ്റ്റെക് ഉണ്ട്, അപ്പൊ ബിംസ്റ്റെക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏകദേശം ഒരു 200 മുകളിൽ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ പോലും എല്ലാം ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. എപ്പോഴും നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം എന്ന് വെച്ചാൽ എന്താണ് ന്യൂസിൽ ഉണ്ടായിരുന്നത്, എന്താണോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചില പാക്റ്റുകളാവാം, ചില സബ്മിറ്റുകളാവാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിന്നിട്ട് ഏതാ ഉണ്ടായിരുന്നു അതായിരിക്കും നമ്മൾ അതിൽ കൂടെ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ന്യൂസ് പേപ്പറിൽ നിന്ന് ഇടുന്നതായിരുന്നു കൂടുതൽ. അപ്പൊ അതിൽ നിന്ന് തന്നെ ഏകദേശം 46 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, 9 ഇയേഴ്സ് പേപ്പർ നമുക്ക് നോക്കുമ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഈ പറഞ്ഞ കൊറിഡോർസ്, പിന്നെ ഫോർ എക്സാമ്പിൾ G20, പിന്നെ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് പാക്ട്, പിന്നെ അറബ് ഇനിഷ്യേറ്റീവ്സ്, GCM, അങ്ങനെ കുറെ ഇതിൽ ഓർഗനൈസേഷൻ, ഇപ്പൊ GCC ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഓർഗനൈസേഷൻസിന്റെ ചിലപ്പോൾ ഓർഗനൈസേഷൻസിന്റെ ഇതായിരിക്കും എപ്പോഴാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അല്ല അതിന്റെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ഇത്ര വർഷം ഇപ്പം G20 എടുത്ത് 1999 ഫോം ചെയ്തു, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്, അങ്ങനെ ജസ്റ്റ് ഫാക്ട് നോളജ് അല്ല. കുറച്ചുകൂടി ഇൻഡെപ്ത് അത് എങ്ങനെയാണ്, അത് എന്തുകൊണ്ട് ഫോം ചെയ്തു, ഏത് രീതിയിൽ ഫോം ചെയ്തു, ക്ലിയർലി ഐഡിയ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്താ ഇൻഫ്ലേഷൻ, എക്കണോമിക്സ്, ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, ബാങ്കിങ്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ എക്കണോമിക്സ് എടുക്കുന്ന എക്കണോമിക്സിൽ എന്ത് ചെയ്യണം, ഇൻഫ്ലേഷൻ എന്ന ചാപ്റ്റർ എടുക്കണം, ഇൻഫ്ലേഷൻ പഠിക്കാൻ ശ്രമിക്കുക. മോണിറ്ററി പോളിസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കറിയാം. അതിന്റെ ബാങ്കിങ്, മണി ആൻഡ് ബാങ്ക് എന്ന ചാപ്റ്റർ ഉണ്ട്, അതിനെ പഠിക്കുക. അതിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും കൂടെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏകദേശം 30 ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ. അതിൽ നോക്കിയാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് എന്ന എക്സാമ്പിൾ, സ്റ്റെറിലൈസേഷൻ ചോദിച്ചിട്ടുണ്ട് 2023. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കുറെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബേസ്ഡ് അപ്രോച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ദെൻ ഡിഫറെന്റ് സ്പീഷീസ്, എൻവയോൺമെന്റ് നമുക്കറിയാം, സ്പീഷീസിന്റെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏത് സ്പീഷീസ് ആണ്, നൊക്ടേണൽ ആണോ അല്ല മാർസുപിയൽസ്. എക്സാം 2023 ഒരു ക്വസ്റ്റൻ ആണ് ബാംഗിൾ ഡാൻസിനെ പറ്റി. ഹണി ബി ബാംഗിൾ ഡാൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിന്റെ ആൾക്കാരെയൊക്കെ, ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് കൂടെ വിളിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് അത് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ്റ്റേണൽ സെക്ടറിൽ നിന്ന് എക്കണോമിക്സിൽ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എക്സ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഗ്രാഫ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കർവ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഫിലിപ്സ് കർവ്, ലോറൻസ് കർവ്, എംപ്ലോയ്മെന്റ് ഡേറ്റയെ കാണിക്കുന്ന കർവ്സ്. അപ്പൊ ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കൊടുത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ലക്ഷ്മികാന്തിലെ ചാപ്റ്റേഴ്സിൽ ഫിനാൻസ് ബിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഫിനാൻസ് ബില്ലും മണി ബില്ലും. ഇപ്പോൾ ഒരു പക്ഷേ ഈ വർഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് അതിൽ ബില്ലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ബില്ലിനെ പറ്റി ബില്ല് എങ്ങനെയാണ് ലാപ്സ് ആവുന്നത് എന്നുള്ള ചോദ്യം
ബില്ലിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് ബിൽ എന്താണ്, മണി ബിൽ എന്താണ്, ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് പഠിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ മണി ബിൽ എടുത്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 110 ആർട്ടിക്കിൾ ആണ് ഈ പറഞ്ഞ മണി ബിൽ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിഫറൻസ് ഏതൊക്കെ ഉണ്ടോ അത് ക്ലിയർലി ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ നമുക്ക് നോക്കാം എൻവയോൺമെന്റ് കൺവെൻഷൻസ്. കൺവെൻഷൻസ് കൊണ്ട് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിക് ഓർഗനൈസേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നയോഗ പ്രോട്ടോകോൾ ഉണ്ട്, മോൺട്രിയൽ പ്രോട്ടോകോൾസ്, CBDR ഉണ്ട്, കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷൻസ് ആദ്യം. അങ്ങനെ പല സബ്മിറ്റുകളുണ്ട്. അങ്ങനെ പല സബ്മിറ്റുകൾ ഇടയ്ക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അജണ്ട 21. ഈ അജണ്ട 21 എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ഈ കൺവെൻഷൻസ് പഠിക്കാൻ നിങ്ങൾ കൺവെൻഷൻസ് മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് അന്ന് ആ സമയത്തുണ്ടായ സബ്മിറ്റ്സ്, അത് ഫസ്റ്റ് സബ്മിറ്റ് എന്നായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ വിത്ത് റെഫറൻസ് ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അജണ്ട 21 അത് വിത്ത് റെഫറൻസ് സംടൈംസ് ഇൻ ന്യൂസ് റീസെന്റ് കണ്ടിട്ടുണ്ട് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ചോദിക്കുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കംപ്ലീറ്റ് ആ CBDR എന്താണ് അതിനെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ ആ ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വെൽഫെയർ എക്കണോമിക് സ്കീംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജനനി സുരക്ഷ യോജന, അനീമിയ മുക്ത് ഭാരത് സ്ട്രാറ്റജി, ഇങ്ങനെ കുറച്ച് സ്കീംസ് ഉണ്ട്, ഗവൺമെന്റ് സ്കീംസ് വരും. ഈ ഗവൺമെന്റ് സ്കീംസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിറയെ സ്കീമുണ്ട്, ഏത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു 1 ഇയർ കറണ്ട് അഫയേഴ്സ് ഒക്കെ ജസ്റ്റ് 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എക്സാമിന് അടുപ്പിച്ച് ഇറക്കും സ്കീംസ്. അതൊക്കെ പഠിച്ചാൽ ധാരാളമാണ്. കാരണം ഈ ഒരു വർഷം എന്തൊക്കെ സ്കീമുകൾ കൊണ്ടുവന്നു എന്നുള്ളതിലുപരി ഇത്രയും വർഷം ന്യൂസിൽ ഏത് സ്കീം ഉണ്ടെന്നുള്ളതാണ്. ന്യൂസിൽ ആ സമയത്ത് ഈ സ്കീമുകളെ കുറിച്ച് സംസാരം വന്നിട്ടുണ്ടോ, ന്യൂസിൽ ആ കാര്യങ്ങളും ന്യൂസ് പേപ്പറിലും കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഐഡിയ വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല ഒരിക്കലും ഇത്രയും ന്യൂസ് ചിലപ്പോൾ 10-200 സ്കീം ഒരുമിച്ച് വായിച്ച് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് ഞാൻ പറയുന്നത് ഏകദേശം ഒരു 1 ഇയർ കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ആ ഒരു സ്കീംസ് ഒക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കുകയും കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് ആ സ്കീംസ് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ഒരു 1 ഇയർ ഗ്യാപ്പിന്റെ ഇടയിലുള്ള സ്കീംസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ബ്രിട്ടീഷ് പോളിസി ഹിസ്റ്ററി എടുത്താൽ ബ്രിട്ടീഷ് പോളിസി ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ്, എഡ്യൂക്കേഷൻ ലെവലിൽ ഏതൊക്കെ രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് ഉണ്ട് 1858, 35, മിന്റോ മോർലെ റിഫോംസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ക്ലിയർലി മെൻഷൻ ചെയ്ത് ആ ഒരു ആക്ടുകളൊക്കെ പഠിച്ച ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻവയോൺമെന്റ് ലെജിസ്ലേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ച പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എൻവയോൺമെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ ഈ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്കിൽ സെൽ ബയോളജി, ജെനറ്റിക്സ്, ഇങ്ങനെയുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ജെനറ്റിക്സ്, സെൽ ബയോളജി, ഫോർ എക്സാമ്പിൾ റീകോമ്പിനന്റ് വെക്ടർ DNA കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സെൽ തെറാപ്പി എന്താണ്, അങ്ങനെ അത് ചോദിക്കുന്നത് ഇതേപോലെ വിത്ത് ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു റീകോമ്പിനന്റ് DNA ടെക്നോളജി ആയിരിക്കും. റീസെന്റ് സീനിയസ് എന്ത് അസോസിയേറ്റ് ചെയ്ത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ആർട്ട് ആൻഡ് കൾച്ചറിലെ പെയിന്റിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. മുഗൾ പെയിന്റിങ്സ്, ആ സമയത്തുള്ള പെയിന്റിങ്സ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ തന്നെ ഇപ്പൊ ന്യൂസ് റീസെന്റ് ഈ പറഞ്ഞ പാർലമെന്റ് ബിൽഡിംഗ് വന്നപ്പോൾ നാഗര സ്റ്റൈൽ, എന്ത് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ ജെനറ്റിക്സ് ആയിരുന്നാലും എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ദെൻ മേജർ പൊല്യൂട്ടൻസ്, ഇതൊക്കെ എൻവയോൺമെന്റ് വരുന്നത്. പൊല്യൂട്ടൻസ്, കണ്ടാമിനൻസ്, അതിന്റെ സോഴ്സസ്, HFC, ഹൈഡ്രോഫ്ലോറോ കാർബൺസ്, മെർക്കുറി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ദെൻ ഏൻഷ്യന്റ് മെഡിവൽ ടേംസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടേംസ് നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കുമ്പോഴും മെഡീവൽ ഇന്ത്യ പഠിക്കുമ്പോഴും ടേംസ് കുറച്ചുണ്ട്. ഈ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ചില ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ റൂളിംഗ് ഡൈനാസ്റ്റി സമയത്ത് തന്നെ അവർ ചിലപ്പോൾ ലാൻഡിനെ വിളിക്കുന്ന പെരിനാം ലാൻഡ്സ് എന്തായിരിക്കും എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഫോർ എക്സാമ്പിൾ ഇൽത്തുമിഷിന്റെ കാലത്ത് ബന്ധൻ എ ചഹൽഗണി എന്ന് പറഞ്ഞ ഒരു റൂളിംഗ് ഫോർട്ടീസ് ഉണ്ടായിരുന്ന സോൾജേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ആ ബന്ധൻ എ ചഹൽഗണി ചോദിക്കാം. അങ്ങനെ ചിലപ്പോൾ ആ സമയത്ത് ദിവാനെ ആരിസ് എന്താണ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് പേരാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഫോർ ഹിജാബി ഹിജാബ് എന്താണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്, അതൊരു ഫെസ്റ്റിവലിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ്, ചില ഡിപ്പാർട്ട്മെന്റ്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചില മെഡിവൽ ടേംസ് ചോദിക്കാം. അപ്പോൾ ടേംസ് ഒക്കെ ക്ലിയർലി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ടേംസ് ഒക്കെ NCERTസും കാര്യങ്ങളൊക്കെ വായിക്കുന്നൊക്കെ കിട്ടും. അതൊരു പേപ്പർ എടുത്ത് ടേംസ് ഒക്കെ എഴുതി വെച്ച് ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ റിവൈസ് എളുപ്പമായിരിക്കും. ദെൻ റിവേഴ്സ് ആൻഡ് ട്രിബ്യൂട്ടറീസ് ആൻഡ് മേജർ വെറ്റ്ലാൻഡ്സ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെറ്റ്ലാൻഡ്സ് പല എക്സാംസിനും പല രീതിയിൽ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ്, എനിക്ക് ഒരു പക്ഷേ ഈ പറയുന്ന എക്കണോമിക്സ് എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് പല ക്വസ്റ്റ്യൻസ് പലതവണ കൂടുതലും വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് വരും. അതായത് ഈ പറഞ്ഞ ലോങ് ടേം, ഷോർട്ട് ടേം ടൈമിൽ ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്, ഫോർ സീറോ കൂപ്പൺ ബോണ്ട്, ഇൻഡെക്സ്ഡ് ബോണ്ട്സ്, പിന്നെ ഈ പറഞ്ഞ സെബി, അങ്ങനെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ DPSP, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത്. കമ്മ്യൂണിറ്റി റിസർവ്സ്, ഈ കമ്മ്യൂണിറ്റി റിസർവ്സിന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് മുമ്പ്. അപ്പോൾ നോക്കുമ്പോൾ ചോദ്യത്തിന്റെ എണ്ണം ഞാൻ സൈഡിൽ ഇടുന്നത് 18. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് റീസെന്റ് ആയിരുന്നാലും ചോദ്യങ്ങൾ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർലി നിങ്ങൾ നോക്കുക. അപ്പോൾ എന്തുമാത്രം ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഈ സെക്ഷൻസ് കൂടുതലും ടൈം കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇഫ് യു സീ ദ വേൾഡ് അഫയേഴ്സ്, ജോഗ്രഫി തന്നെ മാപ്പിംഗ് ബേസ്ഡ് കുറേ ചോദ്യങ്ങൾ. കോങ്കോ ബേസിൻ ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കാവേരി ബേസിൻ, ഷെയിൽ ഗ്യാസ് റിസർവ്സ് എവിടെയാണ് കാണുന്നത്,
അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ പറഞ്ഞ കൂടുതലും ഈ പറഞ്ഞ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു കൺട്രി ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അവിടുത്തെ ഏരിയ ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഫിസിക്കൽ പോളിസി ഇൻക്ലൂഡിംഗ് ഫിനാൻസ് കമ്മീഷൻ അങ്ങനെ 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്സും കർവ്സും ഒക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ പ്രോപ്പർ മാപ്പിംഗ് ഓഫ് ഇന്ത്യ, മാപ്പിംഗ് മൗണ്ടൻസ് എവിടെയാണ്, ഇപ്പൊ റിവേഴ്സ് എവിടെയാണ്, വേൾഡ് മാപ്പ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന്റെ സ്ഥലങ്ങൾ അതൊക്കെ. ഫോർ എക്സാമ്പിൾ ഈ ഇയറിലായിരുന്നാലും വേൾഡ് മാപ്പിൽ നിന്ന് മൗണ്ടൻസ് അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം കുറെ ചോദ്യങ്ങൾ അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പോർട്ട്സ്, ഈ റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡെക്സസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്തായാലും ന്യൂസിലുള്ളത് കാര്യം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അല്ല എല്ലാ റിപ്പോർട്ടും കുത്തിയിരുന്ന് വായിക്കണം. നിങ്ങൾ ന്യൂസിലും അത് കറണ്ട് അഫയേഴ്സിലും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നോട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് ബെസ്റ്റ്. ഇപ്പോൾ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ആദ്യം റിലീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഹങ്കർ ഇൻഡെക്സ്, പ്രസ് ഫ്രീഡം ബോർഡർ ഇൻഡെക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് കുറെ കാര്യങ്ങളുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് കുറേ ഉണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളിത് ഈ ഒരു ജസ്റ്റ് സ്പെസിഫിക് ടോപ്പിക് എടുക്കുക, ടോപ്പിക് ക്ലിയർലി അതുപോലെ എല്ലാ ഐഡിയാസും പഠിക്കുക. ഏതൊക്കെ ഫീൽഡിൽ ചോദിച്ചാൽ ചോദ്യങ്ങളൊക്കെ ക്ലിയർലി പഠിക്കുക, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദെൻ ഏൻഷ്യൻ മിഡീവൽ ക്രോണോളജി ഡൈനാസ്റ്റി. ക്രോണോളജി വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ ടൈം ലൈൻസ് നിങ്ങൾ ബിഗിനർ ലെവലിൽ പഠിക്കുമ്പോൾ ടൈം ലൈൻസ് ഇപ്പോഴേ പഠിച്ചു പോകണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ടൈം ലൈൻ പഠിച്ചു പോകണമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതാണ് ഈസി ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ വേണമെങ്കിൽ മൈക്രോബ്സ്, ഡിസീസസ്. ഇപ്പോൾ ഫോറൊക്കെ അത് കോളറ, ഇപ്പോൾ ചില മാത്സ് ഫോളോയിങ് ചോദിക്കാം. കോളറ ഏത് ഡിസീസ് ഫോം ചെയ്യുന്നു, അല്ലെ ടൈഫോയിഡ് ഏത് ഡിസീസാണ് ഫോം ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒരു 12 ക്വസ്റ്റനോളം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിലിമിറ്റേഷൻ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ പിന്നെ സ്കെഡ്യൂൾസ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ടെക്, then favorable environment, comparison of different emergencies. For example, നമുക്ക് എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്. അങ്ങനത്തെ എമർജൻസീസ് വി ഹാവ്. സോ ഈ എമർജൻസി കമ്പയർ ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജുഡീഷ്യറി അപ്പോയിന്റ്മെന്റ്, ജുഡീഷ്യറിന്ന് ചോദ്യങ്ങളൊക്കെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജുഡീഷ്യറി പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജുഡീഷ്യറി തന്നെ അറ്റോർണി ജനറൽ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻസ് പഠിക്കുക. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, റിറ്റുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഈ ജൂറിസ്ഡിക്ഷൻസ് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ അഡ്ഹോക് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതികൾ, ഈ പറഞ്ഞ സുപ്രീം കോർട്ടിൽ ഈ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ കൊളീജിയം സിസ്റ്റം വഴിയാണ്. ഇപ്പൊ കൊളീജിയം സിസ്റ്റം ഫോം ചെയ്ത് ഫസ്റ്റ് ജഡ്ജ് കേസ്, സെക്കൻഡ് ജഡ്ജ് കേസ് ഏത് സമയത്താണ് കൊളീജിയം സിസ്റ്റം ഫോം ചെയ്തത്, 1999 എൻജാക്ക് എന്താണ്, നാഷണൽ അമെൻമെന്റ് എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ ജുഡീഷ്യറി പഠിക്കും. അക്കാര്യങ്ങൾ ക്ലിയർലി കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തീം ബേസ്ഡ് അപ്രോച്ച് നമുക്ക് പഠിക്കാം. ഇനി അതിലും കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പൊളിറ്റി ആൻഡ് ഗവർണൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തീം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്ത് പഠിക്കുക. പിന്നെ സ്കെഡ്യൂൾസ് നമുക്കറിയാം, ഏകദേശം 12 സ്കെഡ്യൂൾസ് ഉണ്ട്. ഈ 12 സ്കെഡ്യൂൾസ് നിങ്ങൾ ഫസ്റ്റ് സ്കെഡ്യൂൾ, സെക്കൻഡ് സ്കെഡ്യൂൾ, തേർഡ് സ്കെഡ്യൂൾ എന്ന് പഠിക്കുന്നതിൽ കാര്യമില്ല. ഫസ്റ്റ് സ്കെഡ്യൂൾ എടുക്കുമ്പോൾ ഫസ്റ്റ് സ്കെഡ്യൂൾ എന്തൊക്കെ പറയുന്നുണ്ട്. ഇനി സ്കെഡ്യൂൾ 9 നിങ്ങൾ ലാൻഡ് റിഫോംസ് പഠിക്കുന്നു വെച്ചോ. ലാൻഡ് റിഫോംസ് പഠിക്കുമ്പോൾ ലാൻഡ് റിഫോംസിൽ ഉണ്ടായ കാര്യങ്ങൾ എങ്ങനെ ലാൻഡ് റിഫോം ആക്ച്വലി വന്നതെന്നുള്ളത് പഠിക്കണം. ദെൻ സ്കെഡ്യൂൾഡ് ആന്റി ഡിഫെക്ഷൻ ലോ എടുക്കുകയാണ്. ആന്റി ഡിഫെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് ആന്റി ഡിഫെക്ഷൻ ലോ എന്നുള്ളതല്ല പഠിക്കേണ്ടത്. ആന്റി ഡിഫെക്ഷൻ ലോയിൽ ഒരു മിനിസ്റ്റർ, ഒരു MP MLA ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിപെൻഡന്റ് മെമ്പർ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടി 6 months ശേഷം ജോയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ഇപ്പൊ വിപ്പ് അൺഫോളോ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് റൂൾസ് പറയും. റൂൾസ് ക്ലിയർലി പഠിക്കണം. ആന്റി ഡിഫെക്ഷൻ ലോ ഫോം ചെയ്ത ഒരു ഈ പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ഉണ്ട് സുപ്രീം കോടതി. ഈ ജഡ്ജ്മെന്റ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. കിഹോട്ടോ ഹോളോഗൻ വേഴ്സസ് സാച്ചലസ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ് നിങ്ങൾ പഠിക്കുക. ജഡ്ജ്മെന്റ് അവിടെ നിന്ന് വായിക്കാനല്ല പറയുന്നത്, ഏത് ജഡ്ജ്മെന്റ് വഴിയാണ് ഇത് ഫോം ചെയ്യുന്നുള്ളത് പഠിക്കാൻ പറ്റും. ആ ഒരു ഐഡിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് വി ഹാവ്. DPSP പഠിക്കുക. DPSP എന്താണ്, DPSP കുറെ ആക്ടുകൾ. ഫോർ എക്സാമ്പിൾ DPSP പഠിക്കുമ്പോൾ അതിൽ ഏകദേശം ഗാന്ധിയൻ പ്രിൻസിപ്പൾസ്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പൾസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈസിനെസ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു ബേസ് ഓഫ് അപ്രോച്ചിൽ തന്നെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് എല്ലാ ആർട്ടിക്കിളും പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ചിലർ ഫോർ എക്സാമ്പിൾ 495 ആർട്ടിക്കിൾസ് വി ഹാവ്. 495 ആർട്ടിക്കിൾസ് പഠിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ ലെവൽ നിങ്ങൾ കാര്യങ്ങൾ പയ്യെ പഠിച്ചോ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. അല്ല ഇത്ര ആർട്ടിക്കിൾ ഇപ്പൊ ഞാനും കാണാൻ പഠിച്ചതൊന്നുമല്ല. പക്ഷെ ഞാൻ പഠിച്ച് ആർട്ടിക്കിൾസും കൂടെ എൻ്റെ കൂടെ പഠിച്ചു പോയതാണ്. കാരണം നമ്മൾ പിന്നെയും ഇത് കേൾക്കും, പിന്നെയും സോൾവ് ചെയ്യും ക്വസ്റ്റ്യൻസ്. അപ്പൊ പിന്നെ ഈ ആർട്ടിക്കിൾസ് കേൾക്കുമല്ലേ, അപ്പൊ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രസിഡൻസ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പാർലമെന്റ്, ജുഡീഷ്യറി. പാർലമെന്റ് കുറച്ച് വലിയ ചാപ്റ്ററാണ് ലക്ഷ്മികാന്ത്. അപ്പൊ നിങ്ങൾ സമയം എടുത്ത് തന്നെ കൃത്യമായി പഠിക്കാൻ പോവുക. പാർലമെന്റ് നമ്മളിപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. രാജ്യസഭ എന്താണ്, ലോകസഭ എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എങ്ങനെ ഡിസ്മിസ് ചെയ്യാം, അവരുടെ പ്രിവിലേജസ്, ഇമ്മ്യൂണിറ്റീസ്, പിന്നെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ക്ലിയർലി സമയം എടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കും. ഒരിക്കലും ലാഗ് വരുത്താതിരിക്കുക. ആ ഒരു ഫ്ലോയിൽ തന്നെ പഠിച്ചു പോകണതാണ് നല്ലത്.
ദെൻ എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട്. ഈ അമെൻമെന്റ് കോൺസെപ്റ്റ്, അമെൻമെന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ 368 ആണ് ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, ഇപ്പം പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ഉണ്ടോ ഇല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ മണി ബില്ല്, ഫിനാൻസ് ബില്ലൊക്കെ അതിൽ ഈ പറഞ്ഞ അതൊക്കെ അത് ക്ലിയർലി ആ ചാപ്റ്റർ പൊളിറ്റി തന്നെ നിങ്ങൾ പഠിക്കും. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അങ്ങനത്തെ ബോഡീസും കാര്യങ്ങളൊക്കെ ക്ലിയർലി അതിൽ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ദെൻ ഇമ്പോർട്ടൻറ്റ് പാർലമെന്ററി ആക്ടുകൾ, അത് ആ സമയത്ത് തന്നെ ഏതൊക്കെ ആക്ടുകൾ ന്യൂസിലുണ്ടായിരുന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് സ്റ്റാറ്റിക് പോർഷൻ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും. സ്റ്റാറ്റിക് പോർഷൻ ഉള്ള ഒരാൾക്ക് മാത്രം ഡൈനാമിക് പോർഷൻ കുറച്ചും കൂടെ മനസ്സിലാവാൻ പറ്റും. കാരണം ആ സമയത്ത് ന്യൂസിലും കറണ്ട് അഫയേഴ്സിലും എന്ത് വന്നു, അല്ലെങ്കിൽ ഈ വർഷം 2024 പൊളിറ്റി പേപ്പർ എടുത്തപ്പോൾ നിങ്ങൾ ബില്ല് ലാപ്സ് ആവുന്ന കുറച്ച്, എങ്ങനെയാണ് ബില്ല് ലാപ്സ് ആവുന്ന ചോദ്യം അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ലക്ഷ്മി അതിൽ നിന്ന് കിട്ടും. എങ്കിലും കുറച്ച് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ചോദ്യം എങ്ങനെ വരാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റിക് പോർഷൻ അത്ര രീതിയിൽ നല്ല രീതിയിൽ ക്ലിയർലി മനസ്സിലായ ഒരു ആസ്പിറന്റ് മാത്രമേ കുറച്ചും കൂടെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ന്യൂസ് പേപ്പർ വായിക്കാൻ മനസ്സിലാവും. അല്ല ന്യൂസ് പേപ്പർ എന്ത് ചോദിക്കാൻ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്ലിയർലി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ദെൻ ഈ പറഞ്ഞ ഹിസ്റ്ററി എടുക്കുമ്പോഴത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പഠിക്കുന്ന ഹാരപ്പ, ധോളവീറ, ഈ പറഞ്ഞ കാലിബംഗൻ, അങ്ങനെ കുറച്ച് IBC സൈറ്റ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാരപ്പയെ കുറിച്ച്, മോഹൻജദാരോയെ കുറിച്ച് പഠിക്കും. അതിന്റെ കുറച്ച് സൈറ്റ്സും എക്സ്കവേറ്റിംഗ് സൈറ്റ്സ് ഒക്കെ പഠിക്കും. ഈ സൈറ്റ്സ് ഒക്കെ ടേബിൾ ആയിട്ട് ഫോം ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ക്ലിയർലി പഠിക്കാൻ ശ്രമിക്കും. ദെൻ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏൻഷ്യന്റ് പഠിക്കുമ്പോൾ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, വേദിക് ഏജ് ഉണ്ട്, പിന്നെ മഹാജൻപദാസ്, പിന്നെ ഇപ്പൊ ഗുപ്ത ഡൈനാസ്റ്റി എങ്ങനെ ഫോം ചെയ്ത്, മയൂര്യൻ, ജൈനിസം, ബുദ്ധിസം പഠിക്കുന്നുണ്ട്. അതിൽ ജൈനിസം ആൻഡ് ബുദ്ധിസം ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കും. അതിന് ചോദ്യങ്ങൾ കുറെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ബേസിസ് നോക്കുമ്പോഴത്തേക്ക് ജൈനിസം, ബുദ്ധിസം ഇമ്പോർട്ടന്റ്. ദെൻ വി ഹാവ് ഭക്തിസം ആൻഡ് സൂഫിസം. ദെൻ വിജയനഗര എംപയറിൽ നിന്ന് ചോദ്യങ്ങൾ 2 തവണ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ദന്തായക എന്ന് പറഞ്ഞൊരു അതിനെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൽഹി സുൽത്താനേറ്റ് അതിന്റെ ചോദ്യം, പിന്നെ ഔറംഗസീബ്, മുഗൾ റൂള്, ബ്രിട്ടീഷ് കോളനിസം, ഇങ്ങനെ കുറച്ച് പേഴ്സണാലിറ്റീസിൽ നിന്ന് ഏകദേശം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതായത് സോഷ്യൽ റീഫോമേഴ്സിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ ഒരു പാർട്ടി, ഏതെങ്കിലും ഗദർ പാർട്ടി, അങ്ങനെ റെവല്യൂഷണറി പാർട്ടി ഫോം ചെയ്തിട്ട് ആ പാർട്ടി ഫോം ചെയ്ത രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ വി ഹാവ് ദ ജോഗ്രഫി പാർട്ടിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ജോഗ്രഫി എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഈ വർഷം ക്ലൈമറ്റോളജി എന്നൊക്കെ ചോദ്യങ്ങൾ, ക്ലൈമറ്റോളജി തന്നെ ഇമ്പോർട്ടൻറ്റ്, റോക്സ്, സോയിൽസ്, ഫോർ എക്സാമ്പിൾ ഓഷനോഗ്രഫി, ഇങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്ത് നമുക്ക്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ജോഗ്രഫി തന്നെ, വേൾഡ് ജോഗ്രഫി നമുക്ക് ക്ലൈമറ്റോളജി അങ്ങനെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ക്ലൈമറ്റോളജി ഉണ്ട്, ഓഷനോഗ്രഫി ഉണ്ട്, അങ്ങനെ നമുക്ക് ഇത്ര ഡിവിഷൻ വരുത്തും. ഇങ്ങനെ ഡിവിഷൻ വരും നമുക്ക് കുറച്ച് ഇത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ക്ലൈമറ്റോളജി, ഓഷനോഗ്രഫി, ജിയോ മോർഫോളജി ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ വരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ദെൻ വി ഹാവ് സോയിൽസ്, വെജിറ്റേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ്, അങ്ങനെ കുറച്ച് ഐഡിയാസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാപ്പ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഓരോ സോയിൽസും കാര്യങ്ങളും എവിടെയൊക്കെയാണ്, മൗണ്ടൻസ് എവിടെയൊക്കെയാണെന്നുള്ള ക്ലിയർലി പഠിക്കാൻ ശ്രമിക്കുക. ദെൻ വി ഹാവ് എക്കണോമിക്സിൽ ഇൻഫ്ലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലേഷൻ എന്ന ചാപ്റ്റർ, പ്ലാനിങ് ഓഫ് ഇന്ത്യ, ദെൻ മോണിറ്ററി പോളിസി, എക്സ്ചേഞ്ച് റേറ്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് തന്നെ കറണ്ട് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് ക്ലിയർലി പഠിക്കുക. ഫോറിൻ എക്സ്ചേഞ്ചസ്, ഫോറിൻ റിസർവ്സ്, അങ്ങനെ ഒരു ടോപ്പിക് ബേസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്യുക. ദെൻ ബാങ്കിങ്, ഇൻഫ്രാസ്ട്രക്ചർ, WTO, IMF പോലുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻസ് ആണ്. ഈ ഓർഗനൈസേഷൻസ് പഠിക്കുക. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അത് ചാപ്റ്റർ ആയിട്ടല്ല, ഈ പറഞ്ഞ ഒരു പേപ്പറിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചറിന്റെ ജസ്റ്റ് PDFs കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. ആ PDFs ഒക്കെ വായിക്കാൻ ശ്രമിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ദ എൻവയോൺമെന്റ് ബേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബേസ് ഓഫ് എൻവയോൺമെന്റ്, എക്കോളജി, പൊല്യൂഷൻ, സ്പീഷീസ്, കൺവേർസേഷൻ. ഇപ്പം എൻ്റെ ഒരു അപ്രോച്ചിൽ എൻവയോൺമെന്റ് ഞാൻ എങ്ങനെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെതായ നോട്ട്സ് ഞാൻ എപ്പോഴും, നിങ്ങൾ പണ്ടും പറയുന്നതാണ്, ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറയുന്നത്, നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കണം, പഠിക്കുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കാതിരിക്കല്, പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. നോട്ട്സ് അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം വായിക്കുമ്പോൾ കിട്ടുന്ന മെമ്മറി പവറും റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവർ ഒരിക്കലും വേറൊരു നോട്ടിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ നോട്ട് ഉണ്ടാക്കിയ ശേഷം ഞാൻ ആ നോട്ട് റിവൈസ് ചെയ്ത്, അതായത് കോൺസെപ്റ്റ്സ്, പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഒക്കെ നോട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ PW ഒള്ളി IASന്റെ ഉഡാൻ എന്ന് പറഞ്ഞ അവരൊരു 2.0 എന്ന് പറഞ്ഞ പ്രിലിംസ് എക്സാം അടുപ്പിച്ച് അവർ പറഞ്ഞ ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ ബുക്ക്ലെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടി ഈസിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ബുക്ക്ലെറ്റ് ഉണ്ട്, അല്ലാതെ ഈ കോൺസെപ്റ്റ് കാർഡ് എൻവയോൺമെന്റ് ആ ബുക്ക്ലെറ്റ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ബുക്ക്ലെറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ ക്ലിയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൺവെൻഷൻസും പോളിസീസും പിന്നെ ഒരു സോഴ്സിനെ പുറകെ പോകണ്ട. നിങ്ങൾ ഏതൊരു ബുക്ക് എടുത്താലും ആ ബുക്കിനെ ബിലീവ് ചെയ്യുക. അല്ലാതെ ഈ ബുക്കിൽ ഇത്രയേ ഉള്ളൂ, ആ ബുക്കിൽ ഇതിലും കൂടുതലാണ്, ഞാൻ ആ ബുക്കിൽ വായിക്കുന്നല്ല. നിങ്ങൾ ഏത് ബുക്ക് എടുക്കുക അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്, നിങ്ങളുടെ ഡൊമൈൻ ആണ്. നിങ്ങൾ ഏത് ബുക്ക് ചൂസ് ചെയ്ത ബുക്ക് ക്ലിയർലി ബിലീവ് ചെയ്ത് പഠിക്കുക. അല്ല ഇപ്പോൾ കൂട്ടുകാരൻ്റെ കുറച്ചും കൂടെ വലിയ ബുക്ക് ഇരിക്കണം, അവൻ്റെ ഇരിക്കണം കുറച്ചും കൂടെ എളുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് വായിക്കുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ വാങ്ങിച്ച ബുക്ക് നിങ്ങൾ ബിലീവ് ചെയ്ത ഒരു സാധനത്തിൽ കംപ്ലീറ്റ് ഡിവോട്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ അത് മതി. അതിൽ കൂടുതൽ നിങ്ങൾക്ക് അവിടുന്ന് വായിച്ച എവിടെ നിന്ന് കിട്ടുമായിരിക്കും. ഇപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് പാടായിരിക്കും.
അല്ലാതെ ഇപ്പോൾ എനിക്ക് മാത്രം പാടാന്നല്ല, എല്ലാവർക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പാടായിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ ചിന്തിക്കില്ല. ഏത് ബുക്ക് എടുത്താലും നിങ്ങൾ ബിലീവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ ടെമ്പിൾ ആർക്കിടെക്ചർ, ബുദ്ധിസ്റ്റ് പെയിന്റിങ്സ്, ഡാൻസ് ആൻഡ് മ്യൂസിക്, ഇതൊക്കെ ലെസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾ തീം ബേസ്ഡ് ഈ തീമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ഓരോ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. Then we have the science and nanotechnology, information, space, material. ഈ സ്പേസ് ടെക്നോളജി കൂടുതൽ ചോദ്യം ഈ വർഷം തന്നെ ഈ ഫിഷേഴ്സിനെ റേഡിയോ റിയാക്ടേഴ്സ് ആണ്, റേഡിയോ റിയാക്ടേഴ്സ് വെച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ മെൻഷൻ ചെയ്ത് നോക്കുക. ദെൻ ഓർഗനൈസേഷൻ, ബിംസ്റ്റെക്, ASEAN, UN ബോഡീസ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ്, മേജർ എൻവയോൺമെന്റ് കൺവെൻഷൻസ്, ഗ്ലോബൽ ചാലഞ്ചസ്, ഇങ്ങനെ കുറച്ച് ഇതിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. UN ബോഡീസ്, അങ്ങനെ ഓർഗനൈസേഷൻസിൽ കുറച്ചും കൂടെ ടൈം കൊടുത്ത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പം കംപ്ലീറ്റ് ആ സമയത്ത് എക്സാം ഏത് സമയത്തുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യും. ദെൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ ഇനി നമുക്ക് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ തീംസ് പറയും. ഈ തീംസ് ആയിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ തീം ബേസ്ഡ് അപ്രോച്ച് പഠിച്ചെങ്കിൽ പോലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ 2020 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ആർ ഓൾ ഫോർ ദ കൺട്രീസ് ഓഫ് G20. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ G20 എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇതിന്റെ ഒരു ഐഡിയ പറയുന്നത് വെച്ചാൽ, ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ അല്ല, പക്ഷേ ഈ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ മിക്ക ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ അപ്ലിക്കബിൾ, ചില റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, റിപ്പീറ്റഡ് തീംസ് പറഞ്ഞുണ്ട്. അതേ ചോദ്യം ചോദിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ തീം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. മിക്ക തീംസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ അത് പഠിക്കണം. അതിനെ അസോസിയേറ്റ് എന്ത് പഠിച്ചാലും ആ തീംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പൊ G20 ആണ്, നിങ്ങൾ G20 ഇപ്പൊ G20 നമുക്ക് എന്തൊക്കെ പഠിക്കും? G20 വാസ് എസ്റ്റാബ്ലിഷ് 1999 എന്ന് പഠിക്കും. പിന്നെ ഇത് ഫിനാൻഷ്യൽ ക്രൈസിസ് സമയത്ത് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഈ പറഞ്ഞ നമ്മൾ ഈ 2020 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന പോലെ തന്നെ 2023 ക്വസ്റ്റ്യൻ നമ്മൾ കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, G20 വാസ് ഒറിജിനലി എസ്റ്റാബ്ലിഷ് ദ പ്ലാറ്റ്ഫോം ഫോർ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ടു ഡിസ്കസ് ഇന്റർനാഷണൽ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 1999 ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്താണ് ഈ പറഞ്ഞ G20 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോറം മാത്രമായിരുന്നു G20. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പയ്യെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പം ഏകദേശം 2020 പഠിക്കുന്ന ഒരു ആസ്പിറന്റ് എന്ത് ചെയ്യും, 2020 G20 കുറിച്ച് ക്ലിയർലി പഠിക്കും. അവൻ G20 എന്താണ്, അതിന്റെ കൺട്രീസ് ഏതൊക്കെയാണ് എന്നുള്ള ക്ലിയർലി പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത ആസ്പിറന്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ G20 കുറിച്ച് ക്ലിയർലി പഠിക്കുക, ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് പഠിക്കും. ഇപ്പൊ നമുക്ക് അർജന്റീന, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, ഇത്തരം രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ച ഒരാൾക്ക് 2023 ചോദ്യം ചോദിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം എന്തുണ്ട്, G20 കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. G20 കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഐഡിയാസും ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടാൻ എളുപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ മോഡൽ എക്സാംസ് എഴുതുന്നു, അത്രത്തോളം നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഈസിനെസ് കൂടി വരും. അതാണ് എല്ലാവരും പറയുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ PYQs is very important. PYQ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഒരു ഐഡിയയിൽ ഏകദേശം 2015 മുതൽ ഒരു 2024 വരെയുള്ള എല്ലാ പേപ്പറും നിങ്ങൾ എടുത്തു വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ഇത്ര വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബിഗിനർ ലെവലിൽ മാറുവാണ്. നിങ്ങൾ ബിഗിനേഴ്സ് അല്ല, പിന്നെ നിങ്ങളുടെ അഡ്വാൻസ്ഡ് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തുവാണ്. അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് തീംസ് അറിയാം, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന നോട്ട്സും കാര്യം ഫോളോ ചെയ്യാനും കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയി. അല്ലെങ്കിൽ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ എവിടെ ചേർന്നാലും എന്ത് കാര്യങ്ങളും നിങ്ങളുടെ സൈഡിൽ ഒരു എഫേർട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എക്സാം പഠിക്കുമ്പോൾ എന്റെ സൈഡിൽ നിന്ന് എത്രമാത്രം എഫേർട്ട്, ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്ന ഒരാളെക്കാൾ ഉപരി ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇടുന്നുള്ള കാര്യം. ഞാൻ ഇപ്പൊ ആ ഒരു സ്പേസ് തന്നെ ഞാനും എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഈസി ആവും. ഒബ്വിയസ്ലി അറ്റ് ദ ലാസ്റ്റ് ഇപ്പൊ ഞാൻ എക്സാം ആയപ്പോൾ എന്റെ മാത്രം എക്സാം ഞാൻ തന്നെ എഴുതുകയാണ്. അപ്പൊ എന്റെ അപ്രോച്ചാണ്, എന്റെ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ എന്റെ ആവശ്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്റെ എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് കൊണ്ട്. ഇപ്പൊ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന സാർ എന്നെ എല്ലാം ചെയ്യുന്നതാണ്, ഞാൻ ഒന്നും ചെയ്യാം. സാർ രാവിലെ പേപ്പർ വായിച്ചിരുന്നു, ഞാൻ കാര്യം കഴിയുന്നു, ഞാൻ രാവിലെ വീട്ടിൽ പോകുന്നു, ഞാൻ വൈകിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെയുള്ളതല്ല. നിങ്ങളുടെ എഫേർട്ട് ഒക്കെ എടുക്കുക. സ്വന്തമായി ന്യൂസ് പേപ്പർ വായിക്കും. രാവിലെ ന്യൂസ് പേപ്പർ അനാലിസിസ് വന്നില്ല എന്ന് ദിവസം എന്ത് കുഴപ്പം, നിങ്ങൾ പേപ്പർ എടുക്കുക, നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സോൾവ് ചെയ്യും, നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ റിസോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, യൂട്യൂബ്, നെറ്റ്, അവിടുന്ന് എവിടത്തൊക്കെ നിങ്ങൾക്ക് റിസോഴ്സ് കിട്ടുന്നത്, എന്തൊക്കെ റിസോഴ്സ് ഉണ്ടോ ഇഷ്ടംപോലെ റിസോഴ്സ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും. സ്ട്രാറ്റജി ഉണ്ടാക്കുക, കാര്യങ്ങൾ ചെയ്യുക, ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കി ഈ പറഞ്ഞ ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് ഏകദേശം നമുക്കറിയാം. G20 19 കൺട്രീസ് പ്ലസ് യൂറോപ്യൻ യൂണിയൻ ആണ് വരുന്നത്. അതിനകത്ത് യൂറോപ്യൻ യൂണിയൻ വരും. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പം ഞാൻ 20 കൺട്രീസും കാണാപ്പാടം പഠിച്ചതെന്ന് പറയുന്നത് ഇപ്പം 2 A ഉണ്ടെന്ന് പറയും. അതായത് അർജന്റീന, ഓസ്ട്രേലിയ ഉണ്ട്, പിന്നെ ഒരു BA ഉള്ളു ബ്രസീൽ, 2 C ചൈന, 2 C ഉണ്ട് കാനഡ, പിന്നെ ഫ്രാൻസ്, ജർമ്മനി, 3 I ഉണ്ട് ഇന്തോനേഷ്യ, ഇറ്റലി, ഇന്ത്യ, പിന്നെ ജപ്പാൻ ഉണ്ട്, പിന്നെ മെക്സിക്കോ ഉണ്ട്, റഷ്യ ഉണ്ട്, 2 S ഉണ്ട്, സൗദി അറേബ്യ, സൗത്ത് സുഡാൻ, പിന്നെ ഇപ്പൊ ടർക്കി, US, UK പ്ലസ് യൂറോപ്യൻ യൂണിയൻ. ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെയാണ് ഞാൻ പഠിച്ചത്. അതുപോലെ നിങ്ങൾ എന്താ പഠിക്കാൻ ശ്രമിക്കുക. 20 തന്നെ പഠിക്കാൻ പറ്റൂല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഡെയിലി ഇപ്പം ഇത് ആദ്യം വായിച്ചോണം മനസ്സിലാക്കിയൊന്നുമില്ല, റിപ്പീറ്റഡ് ആണ്. റിവിഷൻ എന്നാണ് സംഭവം ഉണ്ട്. നമ്മൾ എന്തുമാത്രം റിവിഷൻ ചെയ്യുന്നുള്ളതാണ് ഈ ക്വസ്റ്റൻസിൽ കാര്യം. കുറച്ച് ക്വസ്റ്റൻസ്
ഈ ഒരു ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ആ സമയത്ത് നിലവിലുള്ള ആക്ടുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ പല ആക്ടുകൾ പാർലമെന്റ് പാസ്സാകും. ഈ ആക്ടുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഈ ആക്ടിൽ നിന്നൊക്കെ ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ അതിൽ 2017 ആക്ട് പാസ്സായി 2019 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് വുമൻസ് ആർ എൻറ്റൈറ്റിൽഡ് ടു 3 months ഓഫ് ഫ്രീഡം. ഇതിൽ 3 months ഇല്ല 26 weeks ആണ് അതിനകത്ത് വരുന്നതെന്നുള്ള ക്ലിയർലി മനസ്സിലാക്കുക. അപ്പൊ അത് തെറ്റാണ്. ഇനി എന്റർപ്രൈസ് ആർ ക്രഷ് ഫെസിലിറ്റീസ് അലോ ഫോർ 6 അല്ല, ഇതിൽ 4 times ക്രഷ് ഫെസിലിറ്റീസ് ഉള്ളൂ ഈ പറഞ്ഞ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ച്. അപ്പൊ ഇതിൽ എന്ത് ഇത് മാത്രമാണ് കറക്റ്റ്. ഇത് മാത്രം കറക്റ്റ് ആണ് കാരണം വിത്ത് 2 children, അതായത് ഗെറ്റ് റെഡ്യൂസ് എൻറ്റൈറ്റിൽമെന്റ് 2 childrenൽ എബവ് 2 children വരികയാണെങ്കിൽ എൻറ്റൈറ്റിൽമെന്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എൻറ്റൈറ്റിൽമെന്റ്സ് കുറയും. ഈ പറഞ്ഞ 26 weeks ഒക്കെ 2 weeks ആയിട്ട് അവർ എന്ത് ചെയ്യുന്നത് പെയ്ഡ് ലീവ് കുറയ്ക്കും. ഇനി വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റീസും ഈ പറഞ്ഞ ആക്ട് നിങ്ങൾ വായിക്കാൻ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 2017 എന്താണ് അതിന്റെ കാര്യങ്ങൾ വായിക്കുക. ഇനി ആ ആക്ട് ആ സമയത്ത് വന്നു, അതിന്റെ വന്ന മേജർ ചേഞ്ചസ് എന്താണെന്ന് പഠിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആക്ടുകൾ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ചോദ്യം എടുക്കുക, എംപിലാഡ് സ്കീമിനെ പറ്റി ചോദിച്ച ചോദ്യമാണ്. അതായത് എംപിലാഡ് ഫണ്ട്സ് മേ ബി യൂസ് ടു ക്രിയേറ്റ്. അതിനു മുമ്പ് നമ്മൾ എംപിലാഡ് ഫണ്ട് കാര്യങ്ങൾ എംപിലാഡ് എന്താണെന്ന് മനസ്സിലാക്കുക. എംപിലാഡ് 1993 ഫോം ചെയ്തു. അതായത് ഒരു എം പിയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡെവലപ്മെന്റ് വർക്കിന് വേണ്ടി 5 crore rupees ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കംപ്ലീറ്റ് ഫണ്ടിങ്ങിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുകയാണ്. ഇത് അണ്ടർ ദ ഇംപ്ലിമെന്റേഷൻ ഫണ്ട് റിലീസ് ചെയ്യുന്ന MOSP ആണ്, മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഇങ്ങനെ കുറച്ച് അതായത് ഈ പറഞ്ഞ ഡയഗ്രാംസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കുക ഡയഗ്രാം ഇങ്ങനെ ബേസ് ചെയ്ത് നിങ്ങൾ, കാരണം എല്ലാം ഇങ്ങനെ ഓക്കെ ഫസ്റ്റ് സെന്റൻസ്, സെക്കൻഡ് സെന്റൻസ്, തേർഡ് സെന്റൻസ് അങ്ങനെയല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ഇപ്പൊ അതിൽ 5 crores ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ എം പി കൊടുക്കുന്ന 5 crores മാത്രം എടുക്കുക. അത് മാത്രം നിങ്ങൾ ഇവരുടെ ബോക്സ് ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്ത് ജസ്റ്റ് സൈഡിൽ നിന്ന് കൊടുത്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ഈസിയായിട്ട് മെമ്മറി പവർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇങ്ങനെയുള്ള കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ മെമ്മറി പവർ റീറ്റെയിൻ ചെയ്യാം. അതായത് ജസ്റ്റ് സെന്റൻസ് വായിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് യൂസ് ടു ക്രിയേറ്റ് ഡ്യൂറബിൾ അസറ്റ്സ് കറക്റ്റ് ആണ്. സ്പെസിഫൈഡ് പോർഷൻ ഓഫ് ഈച്ച്, ഇതിലും മസ്റ്റ് ബി ബെനിഫിറ്റ്. SC ST പോപ്പുലേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർലി ഇവർ കൊടുക്കുന്ന ഫണ്ട് SC ST പോപ്പുലേഷനിലെ കൂടെ ബെനിഫിറ്റ് ചെയ്യുന്നതിൽ ഏകദേശം നമ്മൾ നോക്കിയാൽ ഏകദേശം 15%, ഏകദേശം 15% ഫണ്ട് എന്ത് ചെയ്യണം SC ST പോപ്പുലേഷൻ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യണമെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. Then we have the sanction on yearly basis and used funds cannot be, ഇത് cannot അല്ല, ഇത് പറ്റും. അതായത് ഫണ്ട്സ് യൂസ് ചെയ്ത ഫണ്ട്സ് നമ്മൾ യൂസ് ചെയ്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വർഷത്തേക്ക് റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂട്ടിലൈസേഷൻ പറ്റും. അടുത്തൊരു വർഷത്തെ യൂട്ടിലൈസ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഇത് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. Then district authority must inspect 10. ഈ district authorities എന്ത് ചെയ്യും, ഈ പറഞ്ഞ 10% ഓഫ് ഫണ്ട് എവിടെ പോയി എങ്ങനെ പോയി ഇംപ്ലിമെന്റേഷൻ ചെയ്തോ എന്നൊക്കെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ട് അറിയാനുള്ള പവർ ഈ ഒരു ആക്ട് കൊടുക്കുന്നുണ്ട്. Then right to equality എല്ലാവർക്കും അറിയാം. Under the Indian Constitution, concentration of wealth ഏതിന്റെ അണ്ടറിൽ വരുന്നെന്നുള്ളതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ സ്റ്റേറ്റ് പോളിസിയിലാണ്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ സ്റ്റേറ്റ് പോളിസി നമുക്കറിയാം DPSP ആണ്. DPSP ആർട്ടിക്കിൾ 36 to 51 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു. ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു നെഗറ്റീവ് ഒബ്ലിഗേഷൻ സ്റ്റേറ്റ് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ DPSP ക്ലിയർലി നിങ്ങൾക്ക് ഇത് ചെയ്യണം. നിങ്ങൾ ഇത് ചെയ്താൽ എന്ത്, നമ്മുടെ ഫണ്ടമെന്റൽ ഗവർണൻസ് ഓഫ് എ കൺട്രി ക്ലിയർലി മെൻഷൻ ഇൻ ദിസ് ആർട്ടിക്കിൾ. അപ്പൊ എന്ത് ചെയ്യുന്നു, നോബൽ ഫീച്ചർ ആണ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക് ജസ്റ്റിസ് പ്ലസ് നോൺ എൻഫോ, ഇതൊരിക്കലും കോർട്ടിൽ പോയി ഇത് നടന്നില്ല എന്ന് പറഞ്ഞാൽ കോർട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ദി റീഗെയിൻ ദി എക്കണോമിക് ജസ്റ്റിസ് ഓഫ് എ കൺട്രി. ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഇത് ക്ലിയർലി നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ഒരു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എവിടെ വരുന്നത് വെച്ചാൽ DPSP യിലാണ് വരുന്നത്, നമുക്ക് ക്ലിയർലി മെൻഷൻ. ഇത് അണ്ടർ ആർട്ടിക്കിൾ 39C ക്ലിയർലി പറഞ്ഞിരുന്ന ഈ പറഞ്ഞ വെൽത്തും കാര്യങ്ങളും ഒരു സിംഗിൾ ഹാൻഡിൽ ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. എക്കണോമിക് ജസ്റ്റിസ് പറഞ്ഞാൽ ക്ലിയർലി എല്ലാവർക്കും രീതിയിൽ എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അപ്പൊ എന്ത് ചെയ്യുക, ലാൻഡ് റിഫോംസ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് ക്ലിയർലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കുക. ദെൻ ഈ ഒരു ക്വസ്റ്റൻ നോക്കാൻ, ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻകോർപ്പറേറ്റ് പ്രൊട്ടക്ഷൻ അൺടച്ചബിലിറ്റി വരുന്ന ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമുക്ക് റൈറ്റ് ടു ഇക്വാളിറ്റി ഉണ്ട്, അത് എത്ര 14 മുതൽ 18 വരെ. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22. റൈറ്റ് ടു ഫ്രീഡം ഇപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന 23, 24. ബെഗാറൊക്കെ വന്ന് 24ലാണ്. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25, 28, 29 and 30 വി ഹാവ് ദി ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്. Then finally we have the right to constitutional remedies. So we have ഇത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതിലാണ് ഈ പറഞ്ഞ അൺടച്ചബിലിറ്റി, അണ്ടർ ആർട്ടിക്കിൾ 17 ആയ അൺടച്ചബിലിറ്റി ഏതിൽ വരുന്നു നമുക്കറിയാം, റൈറ്റ് ടു ഇക്വാളിറ്റി. അത് നമ്മൾ പറഞ്ഞ 14 to 18. ഇപ്പൊ റൈറ്റ് ടു ഇക്വാളിറ്റി മുതൽ റൈറ്റ് ടു എൻടൈറ്റിൽ, ഈ ടൈറ്റിൽസ് വരെ, ടൈറ്റിൽസ് വരെ ക്ലിയർലി വരുന്നതുകൊണ്ട് അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഒക്കെ നമ്മൾ മുമ്പ് എടുക്കുന്നത്, ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് തീം ബേസ്ഡ് അപ്പോൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്ന് അറിയണ്ടേ, അതിന്റെ ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. Then we have which of the following ancient towns well being for the elaborate water harvesting system ഏറ്റവും കൂടുതൽ ക്രൗൺ ഏതാണ്, ധോളവീറയാണ് വരുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിറ്റുവേഷൻ നിങ്ങൾ പഠിച്ചു. ഇൻഡസ് വാലി സിറ്റുവേഷൻ പഠിക്കുമ്പോൾ ക്ലിയർലി പഠിക്കുക ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്നു. ഇൻഡസ് വാലി സിറ്റുവേഷൻ പഠിക്കുക, അല്ലെങ്കിൽ സൈറ്റ്സ് പഠിക്കുക, ജസ്റ്റ് ബോക്സ് ഉണ്ടാക്കി ക്ലിയർലി പഠിക്കുക.
Then which of the following is not a Harappan site? Harappan site അല്ലാത്ത ഏതാണ് ഇതിലുള്ളത്? സോ ഗൗറിയാണ്. Then ഇവർ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റുകളെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് മിക്കയിടത്തും. ഏതൊക്കെ ടെക്സ്റ്റ്, ഇതൊക്കെ ചില ചോദ്യങ്ങൾ ഭയങ്കര ഹാർഡാണ്, ചില നമ്മൾ വായിച്ച ബുക്കിൽ പോലും കാണില്ല. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ലീവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ല നിങ്ങൾ ഈ പറഞ്ഞ ടെക്സ്റ്റും കാര്യങ്ങളും വായിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഈ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടെക്സ്റ്റ് ഏതാണ്, ജൈന ടെക്സ്റ്റ് ഏതാണെന്നുള്ളതാണ്. ജൈന ടെക്സ്റ്റ് വരുന്നത് വെച്ചാൽ 3, 2, 4. അതായത് ഇപ്പൊ പരിഷ്ട പർവനും പിന്നെ ത്രിശതഗത മഹാപുരാണയാണ്. അതായത് ഹേമചന്ദ്ര ഒരു കഥയാണ്, ഹേമചന്ദ്ര ജയസിംഹയെ വെടിവെച്ച് കാണുന്ന അങ്ങനെ കുറച്ച് കഥയാണ്. Then കൺസിഡർ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റർ. ഞാൻ പറഞ്ഞില്ല പേഴ്സണാലിറ്റി ചോദ്യങ്ങളുണ്ട്. ഈ ഗദാർ പാർട്ടി ഫോം ചെയ്ത് ആരൊക്കെയാണെന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ രാജ് ബിഹാരി ബോസ് ഫ്രീഡം ഫൈറ്റർ. രാജ് ബിഹാരി ബോസ് ആരായിരുന്നു? INA ഫോം ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അതിന് ശേഷമാണ് പിന്നെ സുഭാഷ് ചന്ദ്രബോസിന് അത് മാറ്റി എന്ന് വെച്ചാൽ ആ ഒരു ലീഡർഷിപ്പ് മാറ്റിക്കൊണ്ടു. പിന്നെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ എന്ന് US അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലോർഡ് ഹർജിന ബോംബ് കേസിൽ കൊല്ലാൻ ശ്രമിച്ച കേസിലൊക്കെ എന്തുണ്ടായിരുന്നു? ഈ പറഞ്ഞ രാജ് ബിഹാരി ബോസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഫ്രീഡം ഫൈറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ആണ്. ഫ്രീഡം ഫൈറ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. പേഴ്സണാലിറ്റീസിന്റെ ചോദ്യങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ അവരുടെ 100th ആനിവേഴ്സറി അല്ലെങ്കിൽ 50th അങ്ങനെ ആനിവേഴ്സറീസ് ഒക്കെ വരും. അങ്ങനെ ആനിവേഴ്സറി ചോദ്യങ്ങളൊക്കെ മിക്കതും വരാറൊക്കെ ഉണ്ട്. then വിത്സക്ക ഒരു മന്ത്ലി ജേണലാണ്. ഈ ജേണലിനെ പബ്ലിഷ് ചെയ്ത ആരെന്നുള്ള ഗോപാൽ ബാംബ ബാലങ്കർ. അതാണ് പേഴ്സണാലിറ്റി ചോദ്യങ്ങളൊക്കെ വരാൻ ചിലപ്പോൾ അവർ പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത ചിലപ്പോൾ വീക്ക്ലീസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഹരിജൻ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ന്യൂസ് പേപ്പേഴ്സ്, യങ് ഇന്ത്യ ഒപ്പീനിയൻ ഉണ്ട്, അങ്ങനെ ചില ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ചോദിക്കാം. ഈ പറഞ്ഞ വാക്സിൻസ് റിക്കോമൻഡ് DNA ഇപ്പൊ ചിലപ്പോൾ റീസെന്റ് സീൻ ന്യൂസ് റിക്കോമൻഡ് DNA ടെക്നോളജി എന്താണ് എന്ന് ചോദിക്കാം. അത് അങ്ങനത്തെ റീസെന്റ് സീൻ ന്യൂസ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജനറ്റിക് എഞ്ചിൻ അപ്ലൈഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ദീസ് വാക്സിൻസ്, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ രണ്ട് ശരിയാണ് ഇതിനകത്ത്. ബോത്ത് 1 and 2 is correct. അതായത് ഇപ്പൊ റിക്കോമൻഡ് DNA ടെക്നോളജി എന്താണ് ചെയ്യുന്നത്? ആക്ച്വൽ വൈറസ് എന്താണ്? ആക്ച്വൽ വൈറസ് മിമിക് ചെയ്യണം. അതേപോലെ വേറൊരു വൈറസിനെ ബോഡിക്കകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേ വൈറസ് ഒറിജിനൽ വൈറസ് വരുമ്പോൾ അതിന് എന്ത് ചെയ്യാം? ഫൈറ്റ് ചെയ്ത് ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. Then we have the മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്നുള്ളതാണ്. ഇതിലെ ആൻസർ കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. ഈ യുനെസ്കോയിലെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവിലെ പാർട്ടായിട്ട് വരണതാണ് ഇപ്പം കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. നാഷണൽ പാർക്സും പ്രൊട്ടക്റ്റഡ്, ഈ നാഷണൽ പാർക്സും പ്രൊട്ടക്റ്റഡ് ഏരിയാസും മിക്കത് എക്സാംസ് ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നതൊക്കെ അതേപോലെ ചോദിച്ച ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അണ്ടർ കാവേരി ബേസിൻ? നാഗർഹോൾ, സത്യമംഗലം, വയനാട്, ഇതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നാഷണൽ പാർക്സ് നിങ്ങളുടെ ന്യൂസ് പേപ്പർ അവിടെ കാണാം. അത് നോട്ട് ഡൗൺ ചെയ്ത് ഏത് ഏരിയയാണ് അവിടെ കൂടെ ഒഴുകുന്ന പുഴ, ഫോർ എക്സാമ്പിൾ ട്രിബ്യൂട്ടറി ഏതാണ്, അതിൽ കൂടെ ലേക്ക് ഒഴുകുന്നുണ്ടോ, ഇമ്പോർട്ടൻറ്റ് ലേക്സ്, അത് ഏത് തീരത്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർലി പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഈ പറഞ്ഞ സ്പീഷീസ് ലിസ്റ്റിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ. ബേർഡ് അല്ലാത്ത ഗോൾഡൻ മസീർ ആണ്. ഈ ഗോൾഡൻ മസീർ ഒരു ബേർഡ് അല്ലാത്ത ഒരു ഫിഷ് ആണ്. ഓക്കെ. ഈ പറഞ്ഞ നൈറ്റ് ജാർ എന്ന് പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാണുന്ന ഒരു ബേർഡ് ആണ്. സ്പൂൺ ബില്ല്, വൈറ്റ്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഏകദേശം അറിഞ്ഞുകൂടെന്ന് ചോദ്യം വെച്ചോ. എങ്കിൽ പോലും നൈറ്റ് ജാർ, ചിലപ്പോൾ നൈറ്റ് ജാർ കിട്ടിയില്ലെങ്കിൽ സ്പൂൺ ബില്ല്, വൈറ്റ് ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് ബേർഡ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യും? കുറെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു എടുത്ത് വന്ന് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയാസ് ആണ്. ഫോളോയിങ് ഇസ് എ ഫിൽട്ടർ ഫീഡർ. ഫിൽട്ടർ ഫീഡർ ഏതാണ്? ഓയിസ്റ്റർ ആണ്. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ്. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ കാണിച്ചെന്ന് പറയുന്നത്, ഇത്രയും ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ തീം ബേസ്ഡ് അപ്രോച്ച് നിങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശം കുറെ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ തീം ബേസ് മാത്രം വെച്ച് പരീക്ഷ എഴുതാൻ പറ്റി ജയിക്കാൻ പറ്റും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാർട്ട് കിട്ടും. കുറെ കാര്യങ്ങൾ ചിലപ്പോൾ വേറെ കുറെ ആൾക്കാരെക്കാട്ട് നിങ്ങൾ കുറച്ച് മുമ്പിൽ വരും. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് മാത്രമാണ് ഈ ഒരു തീം ബേസ്ഡ് അപ്രോച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തീംസ്, ഞാൻ പറഞ്ഞ തീംസ് വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, ഈ തീംസ് വെച്ച് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കാനും വേണ്ടി പറ്റും. ഒന്ന്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ തീംസ് ഇപ്പൊ നിങ്ങൾ, ഞാൻ ഇന്നലെ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളത് പറഞ്ഞ എൽ ഷേപ്പ് ഫോൾഡേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. അതായത് പൊളിറ്റിക്ക് ഒരു ഫോൾഡർ, ഹിസ്റ്ററിക്ക് ഒരു ഫോൾഡർ, ഈ ഫോൾഡേഴ്സ് വെച്ച് പൊളിറ്റി. ഓക്കെ, ഞാൻ ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു. നോട്ട് എഴുതുക. നിങ്ങൾ ഈ പറഞ്ഞ നോട്ട്ബുക്കിലൊക്കെ എഴുതാൻ നല്ലതാണ്. A4 ഷീറ്റ് പേപ്പർ വാങ്ങിച്ചിട്ട് A4 ഷീറ്റ് പേപ്പറിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചാപ്റ്റർ ലക്ഷ്മികാന്തി എന്ന് വായിക്കുന്നു. വായിച്ചത് നോട്ട് ഞാൻ ഉണ്ടാക്കിയ പേപ്പറിൽ ആ ഫോൾഡറിൽ വെച്ചു. ചിലപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ എക്കണോമിക്സ് എടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം പൊളിച്ച് മൊത്തം പഠിച്ച് ബോർ അടിക്കുന്ന അടുത്ത് എക്കണോമിക്സ് എടുക്കുക. എക്കണോമിക്സ് എടുത്ത് ഇതേപോലെ എന്ത് ചെയ്യുക? എൽ ഷേപ്പ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഫോൾഡർ എടുക്കുക, ഫോൾഡറിൽ A4 ഷീറ്റ് പേപ്പർ എടുക്കുക, ഈ കാര്യം നോട്ട് ഉണ്ടാക്കുക. ഇൻഫ്ലേഷൻ ആണ്, ഇൻഫ്ലേഷൻ നോട്ട് ഉണ്ടാക്കുക, അതിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ദിവസം അങ്ങനെയാണ് ഇങ്ങനെ. ചിലപ്പോൾ ഒരു ദിവസം 2 ചാപ്റ്റർ എടുക്കുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം. നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ആണ് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ. ആ ടൈം നോക്കിയിരിക്കുക. ചിലപ്പോൾ ഇന്നലെ വരെ പഠിക്കാത്ത ഒരാൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് പഠിക്കാൻ ആഗ്രഹിച്ച് പഠിക്കണം എന്ന് വിചാരിച്ചു നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളത് ഞാൻ പറയും. അല്ല ഞാൻ എല്ലാ ദിവസവും മറ്റേ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എഴുന്നേറ്റ് രാവിലെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പോകാന്ന് പലരും പറഞ്ഞ കൂട്ടുകാരൻ എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞ കൂട്ടുകാരെ എനിക്കുണ്ട്. പഠിക്കൂല, വെറുതെ ഇരിക്കുക എന്നുള്ളേ ഉള്ളൂ, വേറെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും നാളെ രാവിലെ എഴുന്നേറ്റ് പോകും. പക്ഷെ ചിലവർ ഈ ന്യൂ ഇയറിനൊക്കെ നമ്മൾ ഈ പറയൂല, ന്യൂ ഇയർ 1-ാം തീയതി രാവിലെ എഴുന്നേറ്റ് നമ്മൾ അവിടെ പോകും ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് ചില ഇതിലുള്ള ആൾക്കാരൊക്കെ പറയാം റെസൊല്യൂഷൻസ് എടുക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ചുമ്മാതെയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യണം? ഇന്ന് ചെയ്യണം. ഇന്ന് ഇതിനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടാലും നാളെ രാവിലെ നിങ്ങൾ ചെയ്യാനുള്ളത് തയ്യാറെടുപ്പെങ്കിലും ചെയ്യും.
അതുകൊണ്ട് നോട്ട് ഉണ്ടാക്കുക, എഴുതുക. പിന്നെ ഈ തീം ബേസ്ഡ് അപ്രോച്ചിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാം. സോ ഇത്രേ ഉള്ളൂ ക്ലാസ്. ക്ലിയർലി കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മുമ്പോട്ട് പല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. സോ if you like those initiatives, please subscribe to YouTube channel. ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക. സോ എനിവേ താങ്ക് യു.